എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 മാർച്ച് 7 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് നിയമനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെയും ഗവർണറുടെയും അതുപോലെ തന്നെ ലഫ്റ്റനന്റ് ഗവർണറുടെയും കാര്യത്തിൽ കാര്യമായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് പശ്ചിമ ബംഗാളിന്റെ പുതിയ ഗവർണർ ആര് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് പശ്ചിമ ബംഗാളിന്റെ പുതിയ ഗവർണർ ആര് എന്നുള്ളതാണ്. RN രവി ആണെന്നുള്ള കാര്യം ഓർക്കുക. ഈ ഒരു പേര് നമുക്ക് വളരെ സുപരിചിതമായ ഒരു പേരാണ് അല്ലേ. അതായത് തമിഴ്നാടിന്റെ ഗവർണർ ആയിരുന്നു ആരെന്ന് പറയുന്നത് ഈ പറയുന്ന RN രവി. അതായത് നിരന്തരമായിട്ട് സർക്കാരും ഗവർണറും തമ്മിലുള്ള ഇഷ്യൂസിന്റെ പേരിൽ ഒരുപാട് കേൾക്കേണ്ടി വന്നൊരു പേരാണ് RN രവി. സോ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. പശ്ചിമ ബംഗാളിന്റെ പുതിയ ഗവർണർ എന്ന് പറയുന്നത് RN രവിയാണ്. അപ്പോൾ RN രവി പശ്ചിമ ബംഗാളിന്റെ ഗവർണറായിട്ട് പോകുമ്പോൾ അവിടുത്തെ ഗവർണർക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഗവർണറായിട്ടുള്ള ആനന്ദ ബോസ് CV ആനന്ദ ബോസ് എന്ത് ചെയ്തു രാജിവെക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. പശ്ചിമ ബംഗാളിന്റെ ഗവർണർ ആനന്ദ ബോസ് എന്ത് ചെയ്യുകയുണ്ടായി രാജിവെക്കുകയുണ്ടായി. അതിനെ തുടർന്ന് RN രവി എന്ത് ചെയ്യുകയാണ് പശ്ചിമ ബംഗാളിന്റെ ഗവർണർ ആവുകയാണ്. അപ്പോൾ RN രവി എവിടേക്ക് പോയി പശ്ചിമ ബംഗാളിലേക്ക് പോയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിലെ ഗവർണറിന്റെ എന്താണ് അധിക ചുമതല വഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ഗവർണർ ആയിട്ടുള്ള ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നിലവിലെ കേരള ഗവർണർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും തമിഴ്നാട് ഗവർണറിന്റെ അധിക ചുമതല വഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് അർലേക്കർ ആണ്. കൃത്യമായിട്ട് പഠിക്കുക. ദെൻ തമിഴ്നാടിന്റെ ഗവർണർ ആയിരുന്ന RN രവി ഇപ്പോൾ പശ്ചിമ ബംഗാളിന്റെ ഗവർണറാണ്. ദെൻ അവിടുത്തെ ഗവർണർ ആയിരുന്ന CV ആനന്ദ ബോസ് എന്ത് ചെയ്തു രാജിവെച്ചു. ഇത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കാം. അപ്പോൾ ഇവിടെ മാത്രമല്ല ഈ ഒരു വ്യത്യാസം, മറ്റ് ചില സ്ഥലങ്ങളിലും ഈ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം അതുകൂടെ ഒന്ന് നോക്കിയിട്ട് തന്നെ പോവാം. അപ്പോൾ മറ്റ് പുതിയ ഗവർണർമാർ ആൻഡ് ലഫ്റ്റനന്റ് ഗവർണർമാർ ആരൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ശിവപ്രതാപ് ശുക്ലയാണ് തെലങ്കാനയുടെ ഗവർണർ. അപ്പോൾ തെലങ്കാനയുടെ പുതിയ ഗവർണർ എന്ന് പറയുന്നത് ആരാണ്? ശിവപ്രതാപ് ശുക്ലയാണ്. ദെൻ അടുത്തത് മഹാരാഷ്ട്രയുടേത് ജിഷ്ണുദേവ് വർമ്മ. ആരാണ്? ജിഷ്ണുദേവ് വർമ്മയാണ് മഹാരാഷ്ട്രയുടേത്. ദെൻ അടുത്തത് നാഗാലാൻഡിന്റെയാണ്. നാഗാലാൻഡിന്റേത് നന്ദകിഷോർ യാദവ്. ആരാണ്? നന്ദകിഷോർ യാദവ് ആണ് ഇവിടുത്തെ നാഗാലാൻഡിന്റെ ഗവർണർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്തത് ബീഹാറിന്റെ ആണ്. അപ്പോൾ ബീഹാറിന്റെ ഗവർണർ എന്ന് പറയുന്നത് ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈൻ. ആരാണ്? സയ്യിദ് അതാ ഹസ്നൈൻ ആണ് ബീഹാറിന്റെ ഗവർണർ. അപ്പോൾ ബീഹാറിന്റെ ഗവർണർ ഓൾറെഡി നമുക്കറിയാം അല്ലേ. മുൻ കേരള ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനാണ് ബീഹാറിന്റെ ഗവർണർ ആയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ മാറ്റിയിട്ട് പകരം ആര് വന്നിരിക്കുന്നു? സയ്യിദ് അതാ ഹസ്നൈൻ വന്നിരിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ആരിഫ് മുഹമ്മദ് ഖാന് വേറെ ഒരിടത്തെയും ചുമതലകൾ എന്ത് ചെയ്തിട്ടില്ല നൽകിയിട്ടില്ല. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്തത് ഹിമാചൽ പ്രദേശ് ആണ്. ഹിമാചൽ പ്രദേശിന്റേത് കവീന്ദർ ഗുപ്ത. ആരാണ്? കവീന്ദർ ഗുപ്തയാണ്. അപ്പൊ ഇത്രയുമാണ് ഗവർണർമാരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത പറയാനുള്ള ഒന്ന് ലഡാക്കും അതുപോലെ തന്നെ ഡൽഹിയുമാണ്. രണ്ടും കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഗവർണർ അല്ല ലഫ്റ്റനന്റ് ഗവർണർമാരാണ്. അപ്പോൾ നോക്കാം ലഡാക്കിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീ വിനയ് കുമാർ സക്സേനയാണ്. ആരാണ്? വിനയ് കുമാർ സക്സേനയാണ് ലഡാക്കിന്റെ ലഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത്. then അടുത്തത് തരൺജീത് സിംഗ് സന്ധു. ആരാണ്? തരൺജീത് സിംഗ് സന്ധു എന്ന് പറയുന്നത് ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണർ. ഇവിടത്തെയാണ് ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? തരൺജീത് സിംഗ് സന്ധു ആണ്. അപ്പൊ അതുകൂടെ ഒന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്യുക. സോ ഇത്തരത്തിലാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന ഗവർണർമാരുടെ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഇത് രാഷ്ട്രപതി അംഗീകരിക്കുകയും ചെയ്തു. അപ്പൊ നമ്മുടെ തുടക്കത്തിൽ ചർച്ച ചെയ്ത് രവിയെ പറ്റിയാണ്. രവി പശ്ചിമ ബംഗാളിന്റെ ആണ്. അത് ചർച്ച ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് അദ്ദേഹം ഈ പറയുന്ന RN രവി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഒരുപാട് വാർത്താ പ്രാധാന്യം നേടിയ വ്യക്തിയാണ്. കാരണം ഈ പറയുന്ന ഗവർണർക്ക് ഒരു ബില്ലിൽ എന്താണ് തീരുമാനമെടുക്കാനുള്ള സമയപരിധി 3 മാസം എന്നുള്ള ഒരു കാലാവധി നിശ്ചയിക്കാനായിട്ടൊക്കെ കാരണമായത് ഈ പറയുന്ന RN രവിയും അതുപോലെ തന്നെ തമിഴ്നാട് സർക്കാരും തമ്മിൽ നടന്ന ചില ഇഷ്യൂസ് ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പേരൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ അവാർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാം. അതായത് 2024 സംസ്ഥാന ടെലിവിഷൻ അവാർഡാണ്. അപ്പോൾ 2024 ടെലിവിഷൻ അവാർഡ് 26 പ്രഖ്യാപിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കുക. 24 അവാർഡ് 26 എന്ത് ചെയ്തു പ്രഖ്യാപിച്ചു. അപ്പോൾ 2024 സംസ്ഥാന ടെലിവിഷൻ അവാർഡിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണചന്ദ്രൻ. ആരാണ്? കൃഷ്ണചന്ദ്രനാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു പേരൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അതുപോലെ തന്നെ ശ്രീധന്യയാണ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ മികച്ച നടി എന്ന് പറയുന്നത് ശ്രീധന്യയും മികച്ച നടൻ എന്ന് പറയുന്നത് കൃഷ്ണചന്ദ്രനുമാണ്. അപ്പോൾ ബേസിക്കായിട്ട് ഈ രണ്ട് കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതിയാവും.
ഇനി നമ്മുടെ ഒരു റെക്കോർഡ് ക്ലാസ്സിനെ പറ്റി പരിചയപ്പെടുത്തുകയാണ്. അതായത് 10th ലെവൽ പ്രിലിംസ് എക്സാമുകൾ ഇനിയിപ്പോൾ നടക്കാണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ 10th പ്രിലിംസ് കടന്നാൽ മാത്രമേ മെയിൻസ് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ 10th പ്രിലിംസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടാലന്റ് റെക്കോർഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെറും 749 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് 200 മണിക്കൂറുള്ള റെക്കോർഡ് ക്ലാസ്സുകളും ന്യൂ ആൻഡ് ഓൾഡ് SCRT ക്ലാസ്സുകളും കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും മോഡൽ എക്സാമുകളും ടോപ്പിക് വൈസ് എക്സാമുകളും ഒക്കെ തരുന്നുണ്ട്. മെന്റർ സപ്പോർട്ട് തരുന്നുണ്ട്. സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം കൂടി ചേർത്ത് വെറും 749 രൂപയാകുന്നുള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡാണ്. അതായത് 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേതിൽ രാധാകൃഷ്ണൻ. ആർക്കാണ്? മേതിൽ രാധാകൃഷ്ണനാണ് കിട്ടിയത് എന്നുള്ളൊരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക 3 ലക്ഷമാണ് കേട്ടോ. 3 ലക്ഷമാണ് ഈ ഒരു മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക. അപ്പോൾ 2025 സാഹിത്യ പുരസ്കാരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. അത് കിട്ടിയത് മേതിൽ രാധാകൃഷ്ണനാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2024 പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? അപ്പൊ 2024 പുരസ്കാരം കിട്ടിയത് സാറാ ജോസഫ്. ആർക്കാണ്? സാറാ ജോസഫിനാണ് 2024 പുരസ്കാരം. ദെൻ 2023 വരുമ്പോൾ 2023 സക്കറിയയ്ക്ക്, നമ്മുടെ പോൾ സക്കറിയയ്ക്കാണ് 2023 പുരസ്കാരം. ഇപ്പോൾ 25 മേതിൽ രാധാകൃഷ്ണൻ, 24 സാറാ ജോസഫ്, 23 സക്കറിയയാണ്. കൃത്യമായിട്ട് പഠിച്ചു വച്ചേക്കുക. ഇനി അടുത്തത് ഒരു പുസ്തകത്തെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് നിന്റെ കഥ. എന്താ പറയുക? നിന്റെ കഥ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആർ രാജശ്രീ. ആരാണ്? ആർ രാജശ്രീയുടെ പുസ്തകമാണ് നിന്റെ കഥ എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ വളരെ പ്രധാനമായിട്ട് നോട്ട് ചെയ്യുക. കാരണം ഏതാണ് ഈ ആത്രേയം എന്ന് പറയുന്ന പുസ്തകം ആരുടെയാണ്? അതും ഈ രാജശ്രീയുടേതാണ്. ദെൻ അതുപോലെ തന്നെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന് പറയുന്ന ഒരു പുസ്തകവും ആരുടേതായിട്ടുണ്ട്? ഈ പറയുന്ന രാജശ്രീയുടേതായിട്ടുണ്ട്. ദെൻ ആ ഒരു പുസ്തകത്തിന് 2021 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോവൽ വിഭാഗത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ അല്ലെങ്കിൽ പേരുള്ള 2 സ്ത്രീകളുടെ കഥ എന്ന് പറയുന്ന നോവലിന് 2021 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പഠിക്കുക. ദെൻ ആത്രേയം എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് രാജശ്രീയാണ്. അതേപോലെ തന്നെ നിന്റെ കഥ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആര് തന്നെയാണ്? ആർ രാജശ്രീ തന്നെയാണ്. കൃത്യമായിട്ട് പഠിക്കുക. അടുത്തത് ഒരു പ്രതിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം. ഈ ഒരു പ്രതിമയുടെ സ്റ്റാർട്ടിങ്ങിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെ നമ്മൾ ഒന്നുകൂടെ പറയുകയാണ്. അതായത് 2025 മാർച്ചിൽ JC ഡാനിയലിന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? അപ്പോൾ JC ഡാനിയലിന്റെ ഒരു വെങ്കല പ്രതിമ ഈ ഒരു മാർച്ചിൽ അനാച്ഛാദനം ചെയ്യപ്പെടുകയുണ്ടായി. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ. തിരുവനന്തപുരം ജില്ലയിലെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് അത് അനാച്ഛാദനം ചെയ്യപ്പെട്ടത്. കൃത്യമായിട്ട് നോട്ട് ചെയ്യണേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ JC ഡാനിയൽ? മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് JC ഡാനിയൽ ആണല്ലേ. അതുപോലെ തന്നെ മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരം, എന്ത് പുരസ്കാരം? JC ഡാനിയൽ പുരസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ചിത്രമായ വിഗതകുമാരൻ സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും ആര് തന്നെയാണ്? JC ഡാനിയൽ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ദെൻ JC ഡാനിയലിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രമാണ് ഇതെന്ന് പറയുന്നത് സെല്ലുലോയിഡ്. അതിൽ JC ഡാനിയൽ ആയിട്ട് വേഷമിട്ടത് ആരാണ്? പൃഥ്വിരാജാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു മുഖ്യമന്ത്രി മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ആരാണ്? അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബീഹാറിന്റെ മുഖ്യമന്ത്രി ആരാ? നിതീഷ് കുമാർ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലേ. അപ്പോൾ നിതീഷ് കുമാർ എന്ത് ചെയ്യുകയാണ്? മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ്. രാജി സമർപ്പിച്ചിട്ടില്ല, രാജിവെച്ചു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാൻ പോകുന്നു? രാജ്യസഭയിലേക്ക് എന്ത് ചെയ്യുന്നു? മത്സരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി പുതിയ മുഖ്യമന്ത്രി എന്തായാലും ബീഹാറിൽ വരും അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. ഓർത്തു വയ്ക്കുക, ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ സ്ഥാനം എന്ത് ചെയ്തിരിക്കുന്നു? രാജിവെച്ചിരിക്കുകയാണ്. ഇനി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ SCRT പ്രാക്ടീസ് ബുക്കാണ്. അതായത് അറിവിടം എന്ന് പറയുന്ന പേരിൽ ഞങ്ങൾ SCRT ബുക്സ് 4 ബുക്സ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് സോഷ്യലിന്റെ പാർട്ട് 1 പാർട്ട് 2, അതുപോലെ തന്നെ എന്താണ് സയൻസിന്റെ പാർട്ട് 1 പാർട്ട് 2. ഇപ്പോൾ ആ ഒരു ബുക്ക് ഭയങ്കര ഒരു സക്സസ് ആയതിനു ശേഷം കുട്ടികൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് SCRT അവിടെ ഉള്ളിൽ നിൽക്കുന്നുണ്ടോ എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പ്രാക്ടീസ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് അറിവിടത്തിന്റെ പ്രാക്ടീസ് ബുക്ക് ഏകദേശം 2500-ലധികം ചോദ്യങ്ങൾ ഇതിലുണ്ട്. വെറുതെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഓപ്ഷൻ എന്നുള്ളതല്ല, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ചാപ്റ്ററും അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും വരും. സോ ഇപ്പോൾ നിലവിൽ സോഷ്യലിന്റെ പ്രാക്ടീസ് ബുക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒറ്റ ബുക്കാണ്, വെറും 250 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ ഒരു ബുക്ക് വാങ്ങിച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് SCRT മേഖല എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എന്തായാലും ഇനി മിസ്സാകത്തില്ല കേട്ടോ.
ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പശ്ചിമേഷ്യ ആകെ ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ വൈകാതെ ഈ ഒരു കണ്ടീഷൻ ഇനിയും തുടരുകയാണെങ്കിൽ ആകെ പ്രശ്നമാവും എന്നുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. 2025 മാർച്ചിൽ അമേരിക്കൻ അന്തർവാഹിനി കടലിൽ മുക്കിയ ഇറാൻ കപ്പൽ ഏതാണ്? അപ്പോൾ അമേരിക്കൻ അന്തർവാഹിനി എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ഇറാൻ കപ്പൽ കടലിൽ മുക്കിയിരിക്കുകയാണ്. എന്താണ് അതിന്റെ പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IRIS ദേന. എന്താണ് IRIS ദേന എന്നുള്ളതിന്റെ പേര്? അപ്പോൾ ഈ ഒരു കപ്പൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ വന്നൊരു സൈനികാഭ്യാസമൊക്കെ കഴിഞ്ഞ് മടങ്ങിയ കപ്പലാണ്. അതായത് ഇന്ത്യയിൽ വന്ന മിലാൻ എന്ന് പറയുന്ന സൈനികാഭ്യാസം 2026 ഇന്ത്യയിൽ വെച്ചാണ് മിലാൻ എന്ന് പറയുന്ന സൈനികാഭ്യാസം നടന്നത്. അപ്പോൾ അതിൽ പങ്കെടുത്തിട്ട് മടങ്ങിയ കപ്പലായിരുന്നു ഈ പറയുന്ന IRIS ദേന എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീലങ്കയുടെ അതിർത്തി ആ പ്രദേശത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അമേരിക്കയുടെ അന്തർവാഹിനി ഈ ഒരു കപ്പലിനെ എന്ത് ചെയ്യുന്നത്? ആക്രമിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് പേർക്ക് ജീവഹാനിയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു യുദ്ധത്തിന്റെയൊക്കെ ഒരു അവസാന സമയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണമായാലും അതിന് ഇറാൻ നടത്തിയ പ്രത്യാക്രമണമായാലും ഇനി അതല്ലെങ്കിൽ ഹോർമൂസ് കടലെടുക്കുക, ഇങ്ങനെ ഒരുപാട് നിർണായകമായ കാര്യങ്ങൾ എന്തുണ്ട് ആ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? അതുമായി ബന്ധപ്പെട്ട പരീക്ഷ ഓറിയന്റ് ആയിട്ട് നമുക്കൊരു എന്ത് ചെയ്യാം? ഒരു വീഡിയോ സെപ്പറേറ്റ് തന്നെ ചെയ്തേക്കാം. ഇനി നമുക്ക് നോക്കാനുള്ള സ്പോർട്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് 2026 T20 ലോകകപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്ന ആരൊക്കെയെന്നാണ്. അപ്പോൾ ഇന്ത്യയും ന്യൂസിലൻഡുമാണ്. അപ്പോൾ ഇവരാണ് ഫൈനലിൽ ഏറ്റുമുട്ടാനായിട്ട് പോകുന്നത്. ഈ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ഇത് ഫൈനലിൽ വരുന്നത് 4ാമത്തെ തവണയാണ്. കാരണം 2007 എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യ ഫൈനലിൽ വന്നിട്ടുണ്ട്. അന്ന് ഇന്ത്യ കിരീടം നേടി. ദെൻ 2014 ഇന്ത്യ ഫൈനലിൽ വന്നു, പക്ഷേ ശ്രീലങ്കയോട് പരാജയപ്പെട്ടു. ദെൻ 2024 ഇന്ത്യ ഫൈനലിൽ വന്നു, കിരീടം നേടിയത് ആരെയാണ്? ദക്ഷിണാഫ്രിക്കയാണ് പരാജയപ്പെടുത്തിയത്. ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? ഇന്ത്യ 2026 ഫൈനലിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ന്യൂസിലൻഡുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ ഫൈനലിൽ കളിക്കാനായിട്ട് പോകുന്നത്. ദെൻ ഇത്തവണ കിരീടം നേടുകയാണെങ്കിൽ തുടർച്ചയായിട്ട് 2 കിരീടം നേടിയ അല്ലെങ്കിൽ കിരീടം നിലനിർത്തിയ ആദ്യ ടീമായിട്ട് ആര് മാറും? നമ്മുടെ ഇന്ത്യ മാറും. ദെൻ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ അറിയാലോ, സൂര്യകുമാർ യാദവ് ആണ്. ഇനി ഈ വർഷത്തെ T20 വേൾഡ് കപ്പ് നടക്കുന്നത് എവിടെയൊക്കെയാണ്? ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ്. ഇനി ഫൈനൽ നടക്കുന്നത് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ വെച്ചാണ്. ദെൻ ഈ ടീമിൽ ഒരു മലയാളിയുണ്ട്, നമ്മുടെ മലയാളി ചേട്ടനുണ്ട്, സഞ്ജു ഉണ്ട്. അപ്പോൾ എന്താണ്? അതുകൂടെ ഓർത്ത് വയ്ക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ഈ ടൂർണമെന്റ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, T20 ലോകകപ്പിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയത് ആരാണ്? അപ്പോൾ T20 ലോകകപ്പിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയത് ആരാണ്? ഫിൻ അലനാണ്, ന്യൂസിലൻഡ് താരമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ക്രിസ് ഗെയിലിന്റെ റെക്കോർഡാണ് എന്ത് ചെയ്തത്? ബ്രേക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി, അതിപ്പോൾ വനിതാ T20 ലോകകപ്പ് ആയാലും പുരുഷ T20 ലോകകപ്പ് ആയാലും ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നിലവിൽ ആരുടെ പേരിലാണ്? ഫിൻ അലന്റെ പേരിലാണ്. കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇനി അത് മാത്രമല്ല, ഒരു T20 ലോകകപ്പ് എഡിഷനിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം എന്ന് പറയുന്നത് റെക്കോർഡ് മാർക്കുണ്ട്, ഫിൻ അലനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ നോട്ട് ചെയ്യണേ. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ടീം റെക്കോർഡാണ്. അതായത് T20 ലോകകപ്പിന്റെ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ടീം. അപ്പോൾ ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ടീം എന്നുള്ളതാണ്. അത് നമ്മുടെ ഇന്ത്യ ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ടൂർണമെന്റ് കംപ്ലീറ്റ് ചെയ്തില്ല, നിലവിൽ അവർ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ടൂർണമെന്റ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അടുത്ത നമുക്ക് നോക്കാനുള്ളത് 2026 മാർച്ചിൽ അന്തരിച്ച മാധ്യമ പ്രവർത്തകനും മുൻ രാജ്യസഭാ അംഗവുമായിട്ടുള്ള വ്യക്തി ആര് എന്നുള്ളതാണ്. അപ്പോൾ അത് HK ദുവ. ആരാണ്? HK ദുവയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം മാധ്യമ പ്രവർത്തകനാണ്. അതേപോലെ 2009 ഇദ്ദേഹം രാജ്യസഭാ അംഗമായിട്ട് മാറി. അതുപോലെ തന്നെ 2007 ഇദ്ദേഹത്തിന് പത്മശ്രീ ബഹുമതി കിട്ടി. ഇപ്പോൾ പല പത്രങ്ങളിലും പത്മഭൂഷൺ എന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ 2008 പത്മ അവാർഡ്സ് സെർച്ച് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക പത്മശ്രീ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അപ്പോൾ പത്മശ്രീ ആണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. 2008 പത്മശ്രീ അവാർഡാണ് HK ദുവായ്ക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ അതുപോലെ തന്നെ ഇദ്ദേഹം AB വാജ്പേയി അതുപോലെ തന്നെ ദേവഗൌഡ എന്നിവരുടെയൊക്കെ മാധ്യമ ഉപദേഷ്ടാവായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെയൊക്കെ ഡേറ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഓൾറെഡി തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസ് കം മെയിൻസ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ 3 വോളിയോ ആയിട്ടാണ് ഈ ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. SCERT ഫാക്ടറിൽ ആഡ് ചെയ്തിട്ടുണ്ട്, മുൻവർഷ ചോദ്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പിന്നടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ചാനലിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള verandarod.channelkerala.com എന്ന് പറയുന്ന വെബ്സൈറ്റിലും ഈ പുസ്തകം ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത മുന്നോട്ട് ഒന്നുകൂടെ നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് പശ്ചിമ ബംഗാളിന്റെ പുതിയ ഗവർണറാണ്. ആരാണ്? RN രവിയാണ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേഷൻസ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ദെൻ തമിഴ്നാടിന്റെ ചുമതല ആർക്കാണെന്ന് പറഞ്ഞു? നമ്മുടെ കേരള ഗവർണറായിട്ടുള്ള അർലേക്കറിനാണെന്ന് പറഞ്ഞു. ഇനി അതിനുശേഷം ഒരു അവാർഡ് പറഞ്ഞു, അതായത് 2024 സംസ്ഥാന ടെലിവിഷൻ അവാർഡിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആരെന്ന് പറഞ്ഞു. ആരാണ്? കൃഷ്ണചന്ദ്രനാണ്. അതിനുശേഷം പറഞ്ഞത് 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്ക് കിട്ടി? മേതിൽ രാധാകൃഷ്ണന് കിട്ടി. പ്രൈസ് മണി 3 ലക്ഷമാണ്. 2024 ആണെങ്കിൽ സാറാ ജോസഫും, 23 ആണെങ്കിൽ സക്കറിയയും ആണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക.
ഇനി അതിനുശേഷം ഒരു പുസ്തകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ കഥ എന്ന് പറയുന്ന പുസ്തകം ആർ രാജശ്രീ രചിച്ചു. ആ രാജശ്രീയുടെ മറ്റു പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ആത്രേയകം, അതുപോലെ തന്നെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ. ആ പുസ്തകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പറഞ്ഞ പോയിന്റ് JC ഡാനിയലിന്റെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടതാണ്. എവിടെയാണ് അനാച്ഛാദനം ചെയ്തത്? ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ്. അതായത് ഈ സ്റ്റുഡിയോ നവീകരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇതെന്ത് ചെയ്തത്? അനാച്ഛാദനം ചെയ്തത്. അതുകൂടി നോട്ട് ചെയ്യുക. അതിനുശേഷം പറഞ്ഞത് ബീഹാർ മുഖ്യമന്ത്രി ആയിട്ടുള്ള നിതീഷ് കുമാർ രാജിവെച്ചിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നു എന്നൊരു കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ബീഹാറിലെ പുതിയ മുഖ്യമന്ത്രി വരുമ്പോൾ അതെന്ത് ചെയ്യണം? നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കണം. ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു കപ്പലിന്റെ കാര്യമാണ്. അതായത് 2025 മാർച്ചിൽ അമേരിക്കൻ അന്തർവാഹിനി കടലിൽ മുക്കിയ ഇറാൻ കപ്പൽ ഏതാണെന്ന് പറഞ്ഞു. IRIS ദേനയാണ്. ഇനി അതിനുശേഷം T20 ലോകകപ്പിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി ആരാണ് നേടിയത്? ഫിൻ അലനാണ് നേടിയത്. ഇനി അതുപോലെ തന്നെ 2026 T20 വേൾഡ് കപ്പിന്റെ ഫൈനൽ മാർച്ച് 8 നടക്കുവാണ്. അപ്പോൾ അതിൽ ഏറ്റുമുട്ടുന്നത് ന്യൂസിലൻഡും ഇന്ത്യ ആണെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ 4ാമത്തെ T20 ലോകകപ്പ് ഫൈനലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൂടി നോട്ട് ചെയ്യുക. അതിനുശേഷം T20 ലോകകപ്പിന്റെ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയത് ആരാണെന്ന് പറഞ്ഞു. ആരാണ്? ഇന്ത്യയാണ്. അതിനുശേഷം പറഞ്ഞത് 2026 മാർച്ചിൽ അന്തരിച്ച മാധ്യമ പ്രവർത്തകനും മുൻ രാജ്യസഭ സഭാംഗവുമായ വ്യക്തി ആരാണ്? HK ദുബെയാണ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം 2026 മാർച്ചിൽ WEF അഥവാ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഇടക്കാല പ്രസിഡന്റും CEO ആയിട്ട് നിയമിതനായത് ആര് എന്നുള്ളതാണ്. അപ്പോൾ ബോർഷ് ബ്രണ്ടെ, ക്ലൗസ് ഷ്വാബ്, റോബർട്ടോ ബൊസെ, അലോയിസ് വിങ്കി. അപ്പോൾ ഇതിന്റെ ശരിയുത്തരം ഒന്ന് കമന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, ഉൾക്കടലിൽ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് ഫിഷറീസ് വകുപ്പ് ഒരുക്കിയ സംവിധാനം ഏതെന്നാണ്. അപ്പോൾ സാഗർ മിത്ര, സാഗർ സുരക്ഷ, നഭമിത്ര സുരക്ഷായാനം. ശരിയുത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ത്രിലോചൻ പൊക്രേൽ വിമാനത്താവളം ഏത് സംസ്ഥാനത്ത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം റീസെന്റ് ആയിട്ട് ഈ ഒരു വിമാനത്താവളത്തിന്റെ പേര് മാറ്റി അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് സിക്കിമിലാണ്. സിക്കിമിലെ ഒരേ ഒരു വിമാനത്താവളമാണ് ഇതെന്ന് പറയുന്നത് നിലവിൽ ഈ ത്രിലോചൻ പൊക്രേൽ വിമാനത്താവളം എന്ന് പറയുന്നത്. ത്രിലോചൻ പൊക്രേൽ എന്ന് പറയുന്നത് സിക്കിമിലെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അതുപോലെ തന്നെ ഗാന്ധി പൊക്രേൽ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഉപ്പ് സത്യാഗ്രഹം, അതുപോലെ തന്നെ നിസ്സഹകരണ സമരം, കിറ്റ് ഇന്ത്യ തുടങ്ങിയ സമരങ്ങളിലൊക്കെ സജീവമായിട്ട് പങ്കെടുത്ത വ്യക്തിയാണ്. ഒരു ഗാന്ധിയൻ ആശയവാദിയാണ്. അപ്പോൾ അന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. രണ്ടാമത്തെ ചോദ്യം, പ്രോജക്ട് ചീറ്റയുടെ ഭാഗമായിട്ട് 2026 ഇന്ത്യക്ക് ചീറ്റകളെ നൽകിയ രാജ്യം ഏത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ശരിയുത്തരം എന്ന് പറയുന്നത് ബോട്സ്വാനയാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പ്രോജക്ട് ചീറ്റ 2022 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എന്ത് ചെയ്യുക? ഇന്ത്യയിൽ വംശനാശം സംഭവിച്ച ചീറ്റകളെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 2022 പ്രോജക്ട് ചീറ്റ സ്റ്റാർട്ട് ചെയ്തു. ആദ്യ ഘട്ടത്തിൽ നമീബിയയിൽ നിന്നും എന്ത് ചെയ്തു? ചീറ്റകളെ കൊണ്ടുവന്നു. ആദ്യം കൊണ്ടുവന്നത് നമീബിയയിൽ നിന്ന്. അതിനുശേഷം രണ്ടാമത് തവണ എവിടെ നിന്ന്? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നു. തേർഡ് എവിടെ നിന്നാണ്? ബോട്സ്വാനയിൽ നിന്നാണ് കൊണ്ടുവന്നത്. കുനോ നാഷണൽ പാർക്ക്. എവിടെയാണ്? കുനോ നാഷണൽ പാർക്കിലേക്കാണ് കൊണ്ടുവന്നത്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ്. അപ്പോൾ നമ്മളിത് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക. നല്ലപോലെ വർക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 മാർച്ച് 7-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.